സംസ്ഥാനത്ത് പനി പടർന്നു പിടിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 2 പേർ എലിപ്പനി ബാധിച്ചു മരിച്ചു. 86 ഡെങ്കി കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. AT അശ്വതി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അശ്വതി, ആശങ്ക ഉയർത്തുന്ന റിപ്പോർട്ടാണ്. പനി പടർന്നു പിടിക്കുന്നു, 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തൊക്കെ മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്? അശ്വതി, ഇന്നലത്തെ റിപ്പോർട്ട്, ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇന്നലെയാണ്. അതിൽ 11,232 പനി കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഡെങ്കുവും അതുപോലെ തന്നെ എലിപ്പനിയുമാണ്. 86 കേസുകളാണ് ഡെങ്കു. ഇന്നലത്തെ കണക്കനുസരിച്ച് 86 കേസുകളാണ് ഉള്ളത്. അതിൽ ഒരു മരണം ഡെങ്കിപ്പനി മൂലമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് തൃശ്ശൂരിലാണ് സംഭവിച്ചിരിക്കുന്നത്. 22-ാം തീയതി സംഭവിച്ച മരണമാണ് ഡെങ്കിപ്പനി മൂലമാണ് എന്നൊരു സ്ഥിരീകരണം ഇന്നലെ വന്നിരിക്കുന്നത്. എലിപ്പനി 23 പേർക്കാണ് ഇന്നലത്തെ റിപ്പോർട്ടിൽ എലിപ്പനി ബാധിച്ചിരിക്കുന്നത്. 2 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് 2 മരണങ്ങൾ ഈ എലിപ്പനി ബാധ മൂലമാണോ എന്നൊരു സംശയത്തിലാണ്. അതിൻ്റെ ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. 15 പേർക്കാണ് ഇന്നലത്തെ കണക്കനുസരിച്ച് മലേറിയ ബാധിച്ചിട്ടുള്ളത്. ഷിഗല്ലയും 4 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ 2, കണ്ണൂരിൽ 2 എന്നിങ്ങനെയാണ്. ഇന്നലത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മലപ്പുറം, കോഴിക്കോട് മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള പനി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലപ്പുറത്ത് 2,523 കേസുകളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് 1,216 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരും 1,031 കേസുകൾ എന്നിങ്ങനെയാണ്. ഈ മേഖലകളിലാണ് വലിയ തോതിൽ പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിക്ക ആശുപത്രികളിലും, പ്രത്യേകിച്ച് ജില്ലാ താലൂക്ക് ആശുപത്രികളിലൊക്കെ വലിയ രീതിയിൽ തിരക്കാണ്. പല ആശുപത്രികളും, മെഡിക്കൽ കോളേജ് അടക്കമുള്ള പലയിടങ്ങളിലും ഈ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലായിട്ട് ഉണ്ട്. അതിൻ്റെ സൗകര്യങ്ങളൊക്കെ പലയിടത്തും കുറവാണെന്നുള്ള പരാതികളും ഉയർന്നു വരുന്നുണ്ട്. വലിയ രീതിയിൽ ഈ എലിപ്പനി, അതുപോലെ തന്നെ ഡെങ്കിപ്പനി തുടങ്ങിയവ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിൽ ആരോഗ്യ വകുപ്പ് വലിയ രീതിയിലുള്ള മുൻകരുതലുകളും മറ്റും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും ഈ കൊതുക് നിവാരണം അടക്കമുള്ള കാര്യങ്ങളാണ്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പരിബാധ സംസ്ഥാനത്ത് ഉടനീളം ഉണ്ട്. ചില ഇടങ്ങളിലൊക്കെയെങ്കിലും അത് വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുന്നു. മാത്രമല്ല, ഇത് മരണത്തിന് കാരണമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നലത്തെ ഒരു കേസ് മാത്രം, അത് പലതും 22-ാം റിപ്പോർട്ട് ചെയ്ത പല കേസുകളും ഇന്നലെയാണ് സ്ഥിരീകരിക്കുന്നത്. അത് എലിപ്പനി മൂലമാണ് അല്ലെങ്കിൽ ഡെങ്കി മൂലമാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. പലരും ഇപ്പോഴും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. അത് കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരാനുണ്ട്. ഏതായാലും ഈ എലിപ്പനി, അതുപോലെ തന്നെ ഡെങ്കിപ്പനി, ഇതാണ് വലിയ തോതിൽ സംസ്ഥാനത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വതി.